ആകാശത്തിലായിരുന്നു അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പൂവിട്ടിരുന്നത്. പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു ആകാശയാത്രയ്ക്കിടയ്ക്ക് വെച്ചായിരുന്നു അവൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. ഹായ് എവ്രിവൺ, ഞാൻ ഫാത്തിമ ഫാഗിറ. ലോകം വാനോളം പുകഴ്ത്തിയ, രാജ്യം പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര നൽകി ആദരിച്ച ആദ്യ വനിത നീരജ ഭനോട്ട്. 1963 സെപ്റ്റംബർ 7 പഞ്ചാബിലെ ചണ്ഡീഗഡ് വെച്ചായിരുന്നു നീരജയുടെ ജനനം. പത്രപ്രവർത്തനായ ഹാരിസ് ബനോട്ടിന്റെയും രമ ബനോട്ടിന്റെയും 3 മക്കളിൽ ഇളയവളായിരുന്നു നീരജ. അച്ഛൻ ഹാരിസ് ബനോട്ടിന് മുംബൈയിൽ ട്രാൻസ്ഫർ കിട്ടിയതിനു ശേഷം തന്റെ ഉപരിപഠനവും അതിനൊപ്പം തന്നെ മോഡലിംഗും നീരജ മുംബൈയിൽ ചെയ്തു. അതിനോടൊപ്പം തന്നെ ഒരുപാട് പരസ്യ ചിത്രങ്ങളിലും ആ സമയത്ത് നീരജ അഭിനയിച്ചിരുന്നു. 1985 തന്റെ 21-ാം വയസ്സിൽ അച്ഛന്റെ നിർദ്ദേശപ്രകാരം നീരജ വിവാഹിതയായി. വിവാഹത്തിന് ശേഷം ഭർത്താവുമൊത്ത് വിദേശത്ത് താമസിച്ചു പോകുന്ന നീരജയ്ക്ക് സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. തന്നെ പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും 2 മാസത്തിന് ശേഷം മുംബൈയിലെ തന്റെ മാതാപിതാക്കളുടെ അടുത്ത് എല്ലാം വിട്ടെറിഞ്ഞ് നീരജ തിരിച്ചെത്തി. അതിനുശേഷം ഫ്ലൈറ്റ് അറ്റൻഡന്റിന്റെ ജോലിക്ക് നീരജ ശ്രമിച്ചു. മിയാമിയിൽ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം പാനാം വിമാനത്തിൽ ഫ്ലൈറ്റ് അറ്റൻഡറായിട്ട് ജോലി ചെയ്തു. 1986 സെപ്റ്റംബർ 5 360 യാത്രക്കാരുമായി മുംബൈയിൽ നിന്നും ഫ്രാങ്ക്ഫോർട്ട് വഴി ന്യൂയോർക്കിലേക്ക് പാനാം ഫ്ലൈറ്റ് 73 യാത്ര പുറപ്പെട്ടു. കറാച്ചിയിലെ ചീന ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതിനു ശേഷം 4 തീവ്രവാദികൾ വിമാനത്തിൽ കയറിപ്പറ്റി ആ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അബൂ നിദാൽ എന്ന തീവ്രവാദ സംഘടനയുടേതായിരുന്നു ആ ഹൈജാക്കിംഗ്. അവരുടെ കൂട്ടാളികൾ സൈപ്രസിൽ ജയിലിലുള്ളതിനാൽ അവരെ മോചിപ്പിക്കാനായിരുന്നു അവർ ഈ ഹൈജാക്കിംഗ് നടത്തിയത്. അവരുടെ ലക്ഷ്യം അമേരിക്കൻ പൗരന്മാരായിരുന്നു. വിമാനത്തിലെ ഒരു അമേരിക്കൻ പൗരനെ വെടിവെച്ച് പുറത്തേക്ക് തള്ളിയിട്ടായിരുന്നു ആ വിമാനത്തിൽ അവർ ഭീതി പടർത്തിയത്. വിമാനത്തിലെ സീനിയർ ക്യാബിൻ ക്രൂ മെമ്പർ ആയിരുന്നു നീരജ. തന്റെ ഭയം ഉള്ളിൽ ഒതുക്കി കൃത്യമായ ഇടപെടൽ മൂലം കോക്പിറ്റിലെ പൈലറ്റുമാർക്ക് നീരജ അലേർട്ട് നൽകി. കോക്പിറ്റിലുണ്ടായിരുന്ന 3 അമേരിക്കൻ പൈലറ്റുമാർ ആ സമയം തന്നെ മുകളിലെ എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടു. അതിനുശേഷം തീവ്രവാദികൾ നീരജയോട് എല്ലാവരുടെയും പാസ്പോർട്ടുകൾ ശേഖരിക്കാൻ പറഞ്ഞു. അമേരിക്കൻ പൗരന്മാരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവരങ്ങനെ പറഞ്ഞു. നീരജയും മറ്റു ക്യാബിൻ ക്രൂ അംഗങ്ങളും കൂടി എല്ലാവരുടെയും പാസ്പോർട്ട് സീറ്റിനടിയിലും അതുപോലെ ട്രാഷ് ബിന്നിലും ഒളിപ്പിച്ചു വെച്ചു. നീണ്ട 17 മണിക്കൂർ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത നിമിഷങ്ങൾ. 17 മണിക്കൂറിന് ശേഷം തീവ്രവാദികൾ തോക്കും മറ്റ് ആയുധങ്ങളെടുത്ത് പ്രവർത്തിച്ചു തുടങ്ങി. എല്ലാവരും പരിഭ്രാന്തരായി. ആ നിമിഷം തന്നെ നീരജ എമർജൻസി ഡോർ തുറന്ന് യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ തുടങ്ങി. എല്ലാരെയും രക്ഷപ്പെടുത്തിയതിനു ശേഷം ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നീരജ ഉള്ളിലേക്ക് പോയി. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് 3 കുട്ടികളെ നീരജ കണ്ടത്. അവരെ രക്ഷിക്കാൻ മുന്നോട്ട് വന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിച്ചതിന് ശേഷം താൻ രക്ഷപ്പെടാൻ വേണ്ടി പോകുമ്പോഴായിരുന്നു 2 ബുള്ളറ്റുകൾ അവളുടെ നേരെ വന്ന് പതിച്ചത്. തനിക്ക് ആദ്യം രക്ഷപ്പെടാൻ അവസരം ഉണ്ടായിട്ടും അവൾ അത് ചെയ്തില്ല. തന്റെ യാത്രക്കാരെ രക്ഷപ്പെടുത്തുകയായിരുന്നു അവളുടെ ലക്ഷ്യം. മരണത്തിന് കീഴടങ്ങിയ നീരജയ്ക്ക് ഇന്ത്യ മാത്രമല്ല പാകിസ്ഥാനും അമേരിക്കയും പല പുരസ്കാരങ്ങളും നൽകി. തന്റെ ധീരത എല്ലാവരും വാഴ്ത്തിപ്പാടി. നമ്മൾ എത്ര നാൾ ജീവിച്ചു എന്നതിലല്ല,
നമ്മൾ എന്തിനു വേണ്ടി ജീവിച്ചു എന്നതായിരുന്നു നീരജ നമുക്ക് നൽകിയ പാഠം. താങ്ക് യു സോ മച്ച്.